കേരളത്തിൽ ഒരു MLA-യുടെ ഒഫീഷ്യൽ സാലറി ഏകദേശം 70,000 രൂപയാണ്. ഇന്ത്യയിലെ തന്നെ MLA-മാരുടെ സാലറികളിൽ ഏറ്റവും കുറവ്. ജാർഖണ്ഡിൽ ഇത് 2.9 ലക്ഷം രൂപയും മഹാരാഷ്ട്രയിൽ 2.6 ലക്ഷം രൂപയുമാണ്. കേരളത്തിൽ 70,000. 5 വർഷം ഇൻറ്റു 12 മാസം ഇൻറ്റു 70,000 രൂപ, 42 ലക്ഷം രൂപ ടോട്ടൽ. ഒരു ഫുൾ ടേമിൽ ഒരു MLA-ക്ക് ലഭിക്കുന്ന ടോട്ടൽ സാലറി. ഇനി ECIയിലെ അഫിഡവിറ്റുകളിൽ പറയുന്ന ഒരു വെരിഫൈഡ് ഡാറ്റ ഞാൻ പറയാം. 2001 ഒരു കേരള MLA-യുടെ ഡിക്ലെയർഡ് അസറ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. 2026 സെയിം MLA ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അസറ്റ് 7 കോടി രൂപ. 5 വർഷം 7 ഇരട്ടി, 42 ലക്ഷം രൂപ സാലറി കൊണ്ട് 6 കോടി രൂപ എക്സ്ട്രാ എങ്ങനെ വന്നു? ഞാൻ ഈ വീഡിയോയിൽ ആരെയും നെയിം ചെയ്യാനല്ല ശ്രമിക്കുന്നത്, കാരണം ഇത് ഒരാളുടെ കാര്യമല്ല. ഇതൊരു സിസ്റ്റമിക് പാറ്റേൺ ആണ്. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ എല്ലാം സെയിം മാത്ത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഭരിക്കുന്നവരെ നന്നാക്കാനല്ല ഈ വീഡിയോ. ശരിക്കുള്ള പവർ അവരുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇത് മാത്രമല്ല, 2026 ADR അനാലിസിസ് കേരളത്തിലെ മേജർ പാർട്ടീസിലെ ക്രോർപതി MLAs-ന്റെ പെർസെൻറ്റേജ് നോക്കിയാൽ ഒരു പാർട്ടിയിൽ 40%, വേറൊരു പാർട്ടിയിൽ 62%, വേറെ ഒരു പാർട്ടിയിൽ 86%, വേറെ ഒരു പാർട്ടിയിൽ 100%. ലെഫ്റ്റ് എന്നോ റൈറ്റ് എന്നോ ഡിവൈഡ് ഒന്നും ഇതിലില്ല. സെയിം പാറ്റേൺ ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. കേരളത്തിലെ പൊളിറ്റീഷ്യൻസിന്റെ എക്കണോമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനെ നമുക്ക് 3 റിവേഴ്സ് എന്ന് വിളിക്കാം. റിവേഴ്സ് എന്ന് വെച്ചാൽ പുഴകൾ. റിവർ നമ്പർ 1 സാലറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70,000 രൂപ പെർ മന്ത്. 5 വർഷത്തിൽ 42 ലക്ഷം രൂപ. പെൻഷൻ മാക്സിമം ഒരു 35,000 രൂപ കിട്ടും. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആണ്, ഡിക്ലെയർഡ് ആണ്, ക്ലീൻ ആണ്. ഇത് വെച്ച് കോടികളുടെ അസറ്റ് ഗ്രോ ചെയ്യുക എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചില MLAs പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴേ അവർ വെൽതി ആയിരുന്നു. ചില ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, അവരുടെ വെൽത്ത് എല്ലാം ലെജിറ്റിമേറ്റ് ആണ്, പ്രീ എക്സിസ്റ്റിംഗുമാണ്. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ വീഡിയോ വളരെ മിഡിൽ ക്ലാസ് ആയി പൊളിറ്റിക്സിൽ കയറി 5 വർഷം കൊണ്ട് തന്നെ കോടീശ്വരന്മാരാകുന്ന പാറ്റേൺസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. റിവർ 2 കോൺട്രാക്ടർ നെക്സസ്. കേരള സ്റ്റേറ്റിന്റെ ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.6 ലക്ഷം കോടി രൂപയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ സ്പെൻഡിങ്ങിനായിട്ട് ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ മാറ്റിവെക്കാറുണ്ട്. CAG അതല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAGയുടെ കേരളത്തിലെ 2024 ഒരു കംപ്ലയൻസ് ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള പാരഗ്രാഫുകൾ ഞാൻ പറയാം. പാരഗ്രാഫ് 2.4 ഇവിടെ പറയുന്നത് PWDയിലെ ഇറഗുലർ ആയിട്ടുള്ള കോൺട്രാക്ട് കേസസിനെ പറ്റിയാണ്. ഗവൺമെന്റിന് അവിടെ നഷ്ടം വന്നിരിക്കുന്നത് 6.97 കോടി രൂപ. ഈ സെയിം കേസിൽ തന്നെ ആ കോൺട്രാക്ടറിന് അൺഡ്യൂ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് 14.87 കോടി രൂപയാണ് എന്നും അവിടെ പറയുന്നുണ്ട്. ഒരേ ഒരു കോൺട്രാക്ട് 14.87 കോടി രൂപ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഡോക്യുമെന്റഡ് ആണ്. ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് സ്ക്രീനിലും കാണാം. ഇനി പാരഗ്രാഫ് 2.5 കോഴിക്കോട് NH ഡിവിഷനിലുള്ള 2 ഫ്ലൈ ഓവറുകളെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സസ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. കോൺട്രാക്ടറിന് അൺഡ്യൂ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് 2.87 കോടി രൂപ. ഇനി പാരഗ്രാഫ് 2.6 കാസർഗോഡുള്ള PWD റോഡിന്റെ ഒരു ഡിവിഷനാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള വർക്ക് ബില്ലുകൾ റീഓപ്പൺ ചെയ്തു, ഇംപ്രോപ്പർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു. ഗവൺമെന്റിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം 1.34 കോടി രൂപ. ഇത് ഒരു CAG റിപ്പോർട്ടാണ്, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ. ഞാൻ റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത 3 പാരഗ്രാഫുകൾ മാത്രം. സെയിം ഇയർ സെയിം CAG ഓഡിറ്റ് കേരളത്തിലെ ടോട്ടൽ ഇറഗുലാരിറ്റീസ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 27,855 കോടി രൂപയാണ്. ഈ നമ്പർ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. 27,855 കോടി രൂപ ഒരു വർഷം ഒരു സ്റ്റേറ്റിന്റെ ഓഡിറ്റിൽ. അത് കേരള സ്റ്റേറ്റ് ആനുവൽ ബഡ്ജറ്റിന്റെ ഏകദേശം 17% ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഇറഗുലാരിറ്റീസ് എന്നാൽ അത് ഓട്ടോമാറ്റിക്കലി പറയുന്നത് അവിടെ കറപ്ഷൻ ഉണ്ടെന്നോ തെഫ്റ്റ് ഉണ്ടെന്നോ പണം നഷ്ടപ്പെട്ടു പോയി എന്നൊന്നുമല്ല. അക്കൗണ്ടിങ്ങിന്റെ ലാപ്സ് ആവാം, പ്രൊസീജിയർ വയലേഷൻ ആവാം, ഡിലേ കാരണമാകാം, ഇൻപ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആകാം, അവോയ്ഡ് ചെയ്യാൻ സാധിക്കാമായിരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആകാം, കംപ്ലയൻസ് ഫെയിലിയേഴ്സ് ആകാം, അതല്ലെങ്കിൽ കറപ്ഷൻ ആകാം, തെഫ്റ്റും ആകാം. ഈ അൺഡ്യൂ ബെനിഫിറ്റുകളൊന്നും ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റീഷ്യൻസിന്റെ പോക്കറ്റിലേക്ക് വരുന്നുണ്ട് എന്നല്ല ഇവിടെ പറയുന്നത്. ഏതെങ്കിലുമൊക്കെ പൊളിറ്റീഷ്യൻസ് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ പോക്കറ്റിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കില്ല അവരും ഫോളോ ചെയ്യുന്നത്. പകരം നെറ്റ്വർക്ക്സ്, ഫാമിലി മെമ്പേഴ്സ്, സൈലന്റ് പാർട്ട്നേഴ്സ്, പ്രോക്സി അറേഞ്ച്മെന്റ്സ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ സ്ഥിരമായിട്ട് അലിഗേഷൻസ് വരുന്ന പാറ്റേൺ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അല്ല എന്നുള്ളത് ഉറപ്പാണ്, പക്ഷേ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇനി റിവർ 3 ലാൻഡ് ഗെയിം. ഒരു MLA ആകുന്നതിന് മുമ്പ് മേ ബി പഞ്ചായത്ത് മെമ്പർ ആയിരിക്കാം, പാർട്ടി കമ്മിറ്റിയിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പറഞ്ഞു വരുന്നത് ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഇൻഫർമേഷൻ ആക്സസിനെ പറ്റിയാണ്. ഏത് ഏരിയയിൽ റോഡ് വരും, ഏത് വില്ലേജിൽ മെട്രോ കോറിഡോർ ഉണ്ടാകും, പോർട്ടിന്റെ ആക്സസ് എങ്ങോട്ടാണ് പോകുന്നത്, ആ ഇൻഫർമേഷനിൽ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്ത് ലാൻഡ് ബൈ ചെയ്യുക,
ഇത് ഈസിയാണ് എന്നല്ല പറയുന്നത്, പക്ഷേ നാട്ടിൽ ലീഗലായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലുള്ള അറിവുകൾ ഉണ്ട് എങ്കിൽ, അതായത് ഇന്ത്യയിൽ ഇൻസൈഡർ ട്രേഡിംഗ് ലോ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ കർശനമാണ്. പക്ഷേ എന്നാൽ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെ ഒരു നിർദ്ദേശമോ കർശനമായിട്ടുള്ള നിയമമോ ഇല്ല. ഒരു കമ്പനി ഡയറക്ടർ നേരത്തെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി സ്റ്റോക്ക് കൂടുതൽ ബൈ ചെയ്താൽ സെബി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവാനും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ ലാൻഡ് പർച്ചേസ് അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതായിട്ട് കാണാറില്ല. അങ്ങനെ ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ ഒരു സ്ക്രൂട്ടിനിയിലേക്ക് അവർ പോകുന്നതായിട്ടും കണ്ടിട്ടില്ല. ടു ബി ഓണസ്റ്റ്, ഇതിനെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് കിട്ടുന്ന ഏർലി ഇൻഫർമേഷൻ ആക്സസ് യൂസ് ചെയ്ത് അവർ ബുദ്ധിപരമായി ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഇൻഫ്രാസ്ട്രക്ചർ അനൗൺസ്മെന്റിന് ശേഷം ആ ലാൻഡ് പ്രൈസസ് സർജ് ചെയ്തേക്കാം. ആ തരത്തിലുള്ള ഇക്കണോമിക് ബെനിഫിറ്റ്സും ഈ പല തരത്തിലുള്ള ഡെമോക്രാറ്റ്സുകൾക്കും കിട്ടുന്നുണ്ട് എന്നും വേണം കരുതാൻ. ഇനി ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം. ADR 2026 കേരളത്തിലെ വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. ഒരു ക്രോർപതി സർജനെ പറ്റിയാണ് പറയുന്നത്. 2021 നമ്മുടെ MLA കാൻഡിഡേറ്റ്സിൽ 27% ആളുകളായിരുന്നു ക്രോർപതീസ്. 2026 അത് 39% മാറി. ഡിക്ലെയർ ചെയ്ത കാൻഡിഡേറ്റ്സിലെ അവരുടെ അസറ്റും സബ്സ്റ്റാൻഷ്യലി ഫാസ്റ്റർ ആയിട്ട് വളർന്നിട്ടുണ്ട്, നമ്മുടെയൊക്കെ നോർമൽ ഇൻകം ഗ്രോത്തിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി ക്രിമിനൽ കേസസ് എടുത്തു കഴിഞ്ഞാൽ 132 സിറ്റിംഗ് MLA മാർ അവരെ അനലൈസ് ചെയ്തപ്പോൾ 70% ആളുകളും അവരുടെ തന്നെ അഫിഡവിറ്റുകളിൽ അവർക്ക് ക്രിമിനൽ കേസസ് ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 25% സീരിയസ് കേസസ് ആണ്. 2 MLA മാർക്ക് IPC 302 അതായത് മർഡറിന് കേസുണ്ട്. 3 പേർക്ക് IPC 307 അറ്റംപ്റ്റ് ടു മർഡർ കേസുണ്ട്. ഒരാൾക്ക് റേപ്പ് കേസും ഉണ്ട്. ഇത് എന്റെ ഒപ്പീനിയൻ അല്ല, അവർ തന്നെ സെൽഫ് സോൺ ആയിട്ട് അഫിഡവിറ്റിൽ ഡിക്ലെയർ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് അസറ്റ് ഗ്രോത്തിനെ പറ്റി പറയാം. 104 റീകണ്ടസ്റ്റിംഗ് MLAs 2021 അവരുടെ ആവറേജ് അസറ്റ് എന്ന് പറയുന്നത് 3.56 crores ആണ്. 2026 ആവറേജ് എന്ന് പറയുന്നത് 4.30 കോടിയാണ്. ആവറേജ് എടുത്താൽ 21% ഗ്രോത്ത്. ഈ ആവറേജ് നമ്പേഴ്സ് പലപ്പോഴും ഡിസെപ്റ്റീവ് ആണ്. കാരണം ടോപ്പ് ടിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം നിയമസഭയിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള MLAയുടെ അസറ്റ് 34 കോടി രൂപയും പൂറസ്റ്റ് ആയിട്ടുള്ള MLAയുടെ അസറ്റ് 9.9 lakhs-ഉമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ നാഷണൽ ബെഞ്ച് മാർക്കാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് വരുന്നത്. ADR ലോക്സഭയുടെ 2019 സ്റ്റഡിയിൽ 2014 ജയിച്ച MP മാർക്ക് 2019 വീണ്ടും ജയിച്ചപ്പോൾ ആവറേജ് അസറ്റ് ഗ്രോത്ത് 110% എന്നാണ് പറയുന്നത്. വെറും 5 വർഷമുണ്ട്. ഇതേ സെയിം കാലയളവിൽ നമ്മുടെ സെൻസെക്സ് 70%, നിഫ്റ്റി 65%, FD 35% ഗ്രോ ചെയ്തത്. ഈ പൊളിറ്റീഷ്യൻസിന്റെ ആവറേജ് അസറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 286%. ഈ അസറ്റ് ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കറപ്റ്റഡ് ആണെന്നോ ഇവരെല്ലാം തെറ്റായിട്ടുള്ള വഴിയിൽ കൂടെ പോകുന്ന ആളുകളാണോ എന്ന് നമുക്ക് പറയാനോ പ്രൂവ് ചെയ്യാനോ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ആക്സസിൽ ഉണ്ടാവുന്ന വെൽത്ത് അക്യുമുലേഷന്റെ ഈസിനെസിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഓരോ ഇലക്ഷന് മുമ്പും ഇവർ ഡിക്ലെയർ ചെയ്യുന്ന അവരുടെ അസറ്റ്സ് അത് വെറുതെ ചെയ്യുന്നതല്ല. നമ്മൾ ഓരോ സിറ്റിസൺസും ആ വെൽത്ത് ഗ്രോത്തിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെമോക്രസിയിൽ ട്രാൻസ്പെറൻസിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മളെ ഹിറ്റ് ചെയ്യുന്നത്? കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസിന്റെ ഇൻകത്തിൽ 30% ടാക്സ് ആയിരിക്കും പോകുന്നത്. ഇൻകം ടാക്സ്, GST, ഫ്യൂൽ ടാക്സ്, റോഡ് സെസ്, പ്രൊഫഷണൽ ടാക്സ്, അങ്ങനെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ CAG റിപ്പോർട്ട് ഞാൻ ഒന്നുകൂടെ കോട്ട് ചെയ്യുന്നു. നമ്മുടെ കേരളത്തിന്റെ ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1.6 ലക്ഷം കോടി രൂപയാണ്. അതിലെ 28,000 കോടി രൂപയാണ് അവിടെ ഇറഗുലാരിറ്റീസ് ഉണ്ട് എന്ന് മെൻഷൻ ചെയ്തിരുന്നത്. ഏകദേശം 17% ഇങ്ങനെ ഇറഗുലാരിറ്റീസിൽ കൂടിയാണ് പോകുന്നത്. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഈ ടാക്സിന്റെ വലിയൊരു പോർഷനും അങ്ങനെയാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നേരത്തെ പറഞ്ഞ പോലീസ് കേസസിന്റെ ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഇവിടെ ഉണ്ട്. ഒരു സാധാരണക്കാരന്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു FIR ഉണ്ട് എങ്കിൽ പാസ്പോർട്ടോ ബാങ്ക് ലോണോ ഗവൺമെന്റ് ജോബോ ഇതെല്ലാത്തിനും പ്രശ്നമാണ്. പക്ഷേ കേരളത്തിലെ 60% സിറ്റിംഗ് MLA മാർക്കും ക്രിമിനൽ കേസസ് ഉണ്ട്. 23% സീരിയസ് കേസസ് ആണ്. ഒരാളുടെ പേരിൽ കേസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കൺവിക്റ്റഡ് ആകണം എന്നൊന്നുമില്ല. പക്ഷേ ഈ തരത്തിലുള്ള 92 പേരെയാണ് കഴിഞ്ഞ തവണ നമ്മൾ കേരള വോട്ടേഴ്സ് വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചത്. എല്ലാവരും കുറ്റക്കാരാണ് എന്നല്ല പറഞ്ഞത്. കേസസ് പെൻഡിങ് ആയിരിക്കാം, പക്ഷേ അപ്പോഴും സെയിം സിറ്റുവേഷനിലുള്ള ഒരു സാധാരണക്കാരൻ ഇതായിരിക്കില്ല ഫേസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം എപ്പോഴും ഇങ്ങനെ വിജയിക്കുന്നതും നമ്മൾ അതിന്റെ മുന്നിൽ തോക്കേണ്ടതായിട്ട് വരുന്നത്? ഇത് ആരെങ്കിലും ഡെലിബറേറ്റ്ലി ഡിസൈൻ ചെയ്തതാണോ? ഇവിടെ എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടോ? ഇല്ല. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രൂത്ത്. ഇത് കോൺസ്പിറസി അല്ല എന്നുള്ളത്. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻസെന്റീവ് സ്ട്രക്ചറാണ്. ഞാനൊരു തോട്ട് എക്സ്പെരിമെന്റ് പറയാം. കേരളത്തിൽ 2 ഹൈപ്പോത്തറ്റിക്കൽ MLAs ഉണ്ട് എന്ന് കരുതുക. സിമിലർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ടൈപ്പിലുള്ള 2 MLA മാർ, സെയിം പാർട്ടി, സെയിം 5 വർഷം. ഒന്നാമത്തെ MLA വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള പാത്തിൽ കൂടെ പോകുന്ന ആളാണ്. ഒരു തരത്തിലും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, സാലറി കൊണ്ട് തന്നെ ജീവിക്കുന്നു. കോൺട്രാക്ടർമാരുമായിട്ടുള്ള മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നു. ലാൻഡ് കോൺട്രാക്റ്റുകളിൽ ഒന്നും ഏർപ്പെടാൻ ശ്രമിക്കുന്നില്ല. തന്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ 70,000 രൂപ സാലറി വാങ്ങിക്കുന്നു. 5 വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്യുന്നു, റിട്ടയർ ആകുന്നു.
ടോട്ടൽ കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. അതിനുശേഷം ചെറിയ പെൻഷനും ഉണ്ടാവും. അദ്ദേഹത്തിന് വരുന്ന അസറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 20-25% ഇനി രണ്ടാമത്തെ MLA, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിസ്റ്റം പാത്ത് ആണ് ഈ MLA ഫോളോ ചെയ്യുന്നത് എന്ന് കരുതുക. തന്റെ ഫാമിലി മെമ്പേഴ്സിനെ കോൺട്രാക്ടർ ബിസിനസ്സുകളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു, കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റിന്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ലാൻഡ് ബൈ ചെയ്യാൻ ശ്രമിക്കുന്നു, നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഡൊണേഷൻ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ പലതരത്തിലുള്ള രീതിയിൽ കൂടി അദ്ദേഹം 5 വർഷത്തിന് ശേഷം റിട്ടയർ ആകുന്നു. അസറ്റ് ഗ്രോത്ത് ഉണ്ടായത് തന്റെ 3 കോടിയിൽ നിന്നും 15 കോടിയിലേക്ക് ആണ് എന്ന് കരുതുക. ഇത് രണ്ടും ഞാൻ ഹൈപ്പത്തറ്റിക്കലായിട്ടാണ് പറഞ്ഞത് എങ്കിലും നമ്മൾ ശരിക്കുള്ള കേരളത്തിന്റെ ഡാറ്റ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ 2 MLAസിനെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 14 കോടി രൂപയാണ്. ഈ ഹൈപ്പത്തറ്റിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ അഴിമതിക്ക് 14 കോടി രൂപയാണ് അദ്ദേഹത്തിന് റിവാർഡായിട്ട് കിട്ടിയത്. മറ്റേ ആളിന് ഓണസ്റ്റിക്ക് 14 കോടി രൂപയാണ് പെനൽറ്റി ആയിട്ട് നഷ്ടവും വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു മൊറാലിറ്റിയുടെ ക്വസ്റ്റൻ ഒന്നുമല്ല, ഇത് എക്കണോമിക്സിലെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ്. സിമ്പിൾ ആണ്, പീപ്പിൾ റെസ്പോണ്ട് ടു ഇൻസെന്റീവ്സ്. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാർ കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ് എന്നും ഇവരെല്ലാം അഴിമതിക്കാരാണ് എന്നും പറഞ്ഞ് അവരെയാണ് ബ്ലെയിം ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഏതൊരു സാധാരണക്കാരൻ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയവും ദിവസവും ജോലി ചെയ്യുന്ന അവർക്ക് കൂടുതൽ ഇൻസെന്റീവ് കിട്ടണം എന്ന് തന്നെയായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. പലതരത്തിലുള്ള ഇൻസെന്റീവ്സിന് അവർ ഡിസർവും ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റം തെറ്റായിട്ടുള്ള ഔട്ട്കം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സിസ്റ്റത്തിലുള്ള ആളുകളെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ആ സിസ്റ്റത്തിന്റെ ഇൻസെന്റീവ് സ്ട്രക്ചർ നമ്മൾ തീർച്ചയായിട്ടും എക്സാമിൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം അഴിമതിക്ക് 14 കോടി രൂപ റിവാർഡായിട്ട് കൊടുക്കുന്നു. ഓണസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് 14 കോടി രൂപ അവിടെ പെനൽറ്റി വന്നതുപോലെയാണ് ഇൻ ഇഫക്റ്റ് നടന്നിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഓണസ്റ്റി റെയർ ആയ ഒരു കൊമ്മോഡിറ്റി ആണ് എന്ന് നമ്മൾ സർപ്രൈസ്ഡ് ആവുന്നത്? അതങ്ങനെ വരാൻ ചാൻസസ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂർ ഒന്ന് കമ്പാരിസൺ ആയിട്ട് എടുത്ത് നോക്കിയാൽ, സിംഗപ്പൂരിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ ആനുവൽ സാലറി എന്ന് പറയുന്നത് അവിടുത്തെ കറൻസിയിൽ 1.1 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ കണക്ക് കൂട്ടിയാൽ ഏകദേശം 7 കോടി രൂപ പെർ ഇയർ. വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അവിടെയാണ് ഉള്ളത്. ഇത് സത്യത്തിൽ സിംഗപ്പൂരിലെ തന്നെ ടാക്സ് പേയേഴ്സിനെ റോബ് ചെയ്യുന്ന ഒരു പോളിസിയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് എക്കണോമിക്കലി അവർ ഡിസൈൻ ചെയ്ത സിസ്റ്റമാണ്. സിംഗപ്പൂരിന്റെ ലോജിക് ഇതാണ്. ആ ഒരു മിനിസ്റ്റർ ഇത്രത്തോളം ജോലി ഒരു പ്രൈവറ്റ് സെക്ടറിൽ പോയി ഒരു ടോപ്പ് CEO ആയിട്ട് വർക്ക് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും 7 കോടിക്ക് മുകളിൽ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേ ജോലി ഇവിടെ ചെയ്യുന്ന ആൾക്ക് 7 കോടിയെങ്കിലും മിനിമം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു മിനിസ്റ്റർ കറപ്റ്റ് ആയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലി വാങ്ങിച്ചാൽ, അദ്ദേഹം പിടിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് വരാൻ പോകുന്ന നഷ്ടം ഈ 7 കോടി രൂപ സാലറി, സോഷ്യൽ സ്റ്റാൻഡിങ്, ഫാമിലി റെപ്യൂട്ടേഷൻ, പോസിബിൾ ജയിൽ ടൈം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബ്രൈബ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനേക്കാളും ഒരുപാട് കൂടുതലാണ് അവർക്ക് ഇവിടെ കിട്ടുന്ന റിവാർഡ്. റിസൾട്ട് എന്താണ്? ട്രാൻസ്പെറൻസി. ഇന്റർനാഷണൽ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് സിംഗപ്പൂരിന്റെ ഗ്ലോബൽ റാങ്ക് 3 ആണ്, ഇന്ത്യയുടേത് 91. ഇത് സിംഗപ്പൂരിലുള്ള ആളുകൾ കൂടുതൽ ഓണസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓണസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയറിന് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള റിവാർഡ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കറപ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ വരുന്ന സമയത്ത് എക്കണോമിക് ആയിട്ടുള്ള പണിഷ്മെന്റും അവർക്ക് കിട്ടുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ ഓണസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയറിന് ഇക്കണോമിക് പെനൽറ്റി ആകും കിട്ടാൻ പോകുന്നത്, കറപ്റ്റ് ബിഹേവിയറിന് എക്കണോമിക് റിവാർഡുമായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ വീണ്ടും പീപ്പിൾ റെസ്പോണ്ട് ടു ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത് സോൾവബിൾ ആണോ? യെസ്, ഇത് സോൾവബിൾ ആണ്. പക്ഷേ ഇതാണ് ഇവിടുത്തെ സ്ട്രക്ചറൽ ട്രാപ്പ്. ഈ സിസ്റ്റം ചേഞ്ച് ആവണമെങ്കിൽ പൊളിറ്റീഷ്യൻസ് തന്നെ ഓൺ സാലറി സ്ട്രക്ചർ, ഓൺ അസറ്റ് ഡിസ്ക്ലോഷർ റൂൾസ്, ഓൺ ആന്റി കറപ്ഷൻ ഫ്രെയിംവർക്ക് ഇതെല്ലാം മോഡിഫൈ ചെയ്യണം. സിസ്റ്റത്തിൽ ഏറ്റവും ബെനിഫിറ്റ് ആകുന്നവർ തന്നെ ആ സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യണം. ഇതാണ് ഈ വീഡിയോയിലെ തന്നെ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്ത്. സിസ്റ്റം ഒരിക്കലും സെൽഫായിട്ട് കറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ആ പ്രഷർ ഇൻഫോംഡ് ആയിട്ടുള്ള വോട്ടേഴ്സിൽ നിന്ന് മാത്രമേ വരൂ. ആ ഇൻഫോംഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ആരാണ്? അത് നിങ്ങളാണ്, അതല്ലെങ്കിൽ നമ്മളാണ്. വോട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ജോലിയെല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല. ഇന്ന് വരുന്ന ഇലക്ഷന് പോയി വോട്ട് ചെയ്തതിന് ശേഷം ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ദൂരെ നിന്ന് മാറി കണ്ടതിന് ശേഷം അതിനുള്ള റിസൾട്ട് അടുത്ത ഇലക്ഷന് വോട്ടായിട്ട് ഞാൻ കൊടുക്കും എന്ന് കരുതിയിരിക്കരുത്. നമ്മളെപ്പോലെയുള്ള ഓരോ സിറ്റിസൺസിനും അതിനു മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ MLAയുടെ 2021 2026 അഫിഡവിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അത് ഫ്രീ ആണ്. ഈസിയായി അഫിഡവിറ്റുകൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ അവൈലബിൾ ആകും. തീർച്ചയായിട്ടും വലിയ ഒരു ഭൂരിപക്ഷം ആളുകളും കറപ്റ്റഡ് അല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ അതേസമയം കറപ്ഷൻ ഉണ്ടോ എന്നും ഇതിൽ പ്രോപ്പറായിട്ടുള്ള ട്രാക്ക് വെക്കുന്നത് കൊണ്ടും ഒരു തെറ്റുമില്ല. അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അങ്ങനെ നോക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് പബ്ലിക്കലി നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തത് CAG റിപ്പോർട്ട്സ്. ഈ കാണുന്ന CAG.gov.in കയറി കഴിഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളിൽ ഇറഗുലാരിറ്റീസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ക്ലിയർ ആവും. ഇനി മൂന്നാമത് അക്കൗണ്ടബിലിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം.
പബ്ലിക്കായിട്ടുള്ള മീറ്റിങ്ങിൽ കൂടിയോ, ട്വിറ്ററിൽ കൂടിയോ, ഫേസ്ബുക്കിൽ കൂടിയോ, യൂട്യൂബിൽ കൂടിയോ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയോ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. സർ, നിങ്ങളുടെ അസറ്റ് 5 വർഷം എക്സിൽ നിന്നും വൈയിലേക്ക് വന്നു, സോഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സർ, ഈ CAG റിപ്പോർട്ട് ഈ വർഷം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര കോടി രൂപ ഇറഗുലാരിറ്റീസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ്? പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന ക്രിമിനൽ കേസസിന്റെ സ്റ്റേറ്റസ് എന്താണ്? ഇതൊക്കെ ചോദിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് തന്നെയാണ് അക്കൗണ്ടബിൾ ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് വോട്ടിംഗ് ഡേയിൽ തീരുന്നതല്ല. അത് എല്ലാ വർഷവും എല്ലാ ദിവസവും നമുക്ക് എല്ലാവർക്കും ട്രാക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ്. ഇത് ഇന്ന് കേട്ടതോടുകൂടിയോ നിങ്ങളിത് വേറൊരാളോട് പറയുന്നത് കൂടിയോ വലിയൊരു മാറ്റം ഒന്നും വന്നു എന്ന് വരില്ല. പക്ഷേ കൂടുതൽ ആളുകൾ അവരുടെ കയ്യിലും എത്രത്തോളം പവർ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അതല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള പൊളിറ്റീഷ്യൻസിനെ അക്കൗണ്ടബിൾ ആക്കാനായിട്ട് അവർ ശ്രമിക്കും. അക്കൗണ്ടബിൾ ആകുക എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൈലായിട്ടുള്ള രീതിയിൽ പെരുമാറുക എന്നുള്ളതല്ല, മാന്യമായിട്ടുള്ള രീതിയിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മാത്രമാണ്. ഈ വീഡിയോ ഉണ്ടാക്കാൻ പലതരത്തിലുള്ള അഫിഡവിറ്റ് ഡേറ്റ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. CAG റിപ്പോർട്ട്സുകൾ ഞാൻ വായിച്ചു, ADRന്റെ റിസർച്ച് ഒക്കെ ഞാൻ വായിക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റയും നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ഒപ്പീനിയൻ അല്ല, ഞാൻ കണ്ട നമ്പേഴ്സ് പറഞ്ഞു എന്ന് മാത്രം. ഇതെല്ലാം പബ്ലിക് റെക്കോർഡ്സ് ആണ്, ആർക്കും വെരിഫൈ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ ആരെയും നെയിം ചെയ്ത് പറയാത്തതിന്റെ മേജർ ആയിട്ടുള്ള കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരുടെങ്കിലും ഒരു പേര് പറഞ്ഞാൽ അതൊരു വലിയ ഫൈറ്റ് ആയിട്ട് മാറുകയും എന്നേക്കാളും വലിയ കള്ളൻ അപ്പുറത്തുണ്ടല്ലോ എന്നുള്ള മറുപടിയുമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ തരത്തിലേക്കുള്ള പാറ്റേണിലേക്ക് ആരെയും തള്ളിവിടാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കോർ ഇഷ്യൂ ഒരിക്കലും സോൾവ് ആകാതെ ആ സിസ്റ്റം ആ പാറ്റേണോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് മനസ്സിലാക്കുന്ന വളരെ കുറച്ച് ആളുകൾ ഉണ്ട് എങ്കിൽ തന്നെ ഇത് മുന്നോട്ട് സ്പ്രെഡ് ആകുകയും ലോജിക്കലായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാനും തിങ്ക് ചെയ്യാനും ആക്ഷൻ എടുക്കാനും സാധിക്കുകയും ഈ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും. വർഷത്തിലോ മാസത്തിലോ കുറച്ച് സമയമെങ്കിലും ഈ തരത്തിലുള്ള പൊളിറ്റിക്സിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്ന അത്രമാത്രം ജോലി ചെയ്ത് അത്രമാത്രം സാലറി വാങ്ങി കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമുക്കെല്ലാവർക്കും ഈ തരത്തിൽ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും. ഒരാൾ ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും മാറാൻ പോകുന്നില്ല. കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ട് മില്യൺസ് ഓഫ് ആളുകൾ ഇത് ചെയ്യുന്ന സമയത്ത്, ഈ ചോദ്യങ്ങൾ ഉയരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ആളുകൾ ഏറ്റെടുക്കാനും നമ്മുടെ സിസ്റ്റം ബെറ്റർ ആവാൻ തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സെൻസ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാരനോ ഫാമിലിക്കോ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കുക. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് വേണ്ടിയിട്ടല്ല, ഒരു ബെറ്റർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ബെറ്റർ ലിവിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.